ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ. നമ്മൾ അമ്മായിയുടെ വീട്ടിൽ ചെന്നിട്ട് ഞാനിങ്ങനെ ഓമയ്ക്കൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സാരിയൊക്കെ എടുത്ത് കാണിക്കുകയാണ്. ആദ്യം കാണിച്ച ആ പീച്ച് ഷെയ്ഡാണ് അമ്മായിയുടെ സാരി. ബാക്കി പിന്നെ പെണ്ണിൻ്റെ അമ്മയ്ക്ക്, പെണ്ണിൻ്റെ അമ്മയുടെ അനിയത്തിക്ക് ഒക്കെ ആയിട്ട് എടുത്തേക്കുന്ന സാരികളാണൊക്കെ കാണിച്ചു തരികയാണ്. ഈ വീഡിയോയുടെ അവസാനത്തിൽ അവളുടെ സാരിയും എന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കല്യാണ പെണ്ണിൻ്റെ സാരി ഇതാണ്. നമ്മൾ അവൾക്ക് ദിവ്യയ്ക്ക് എടുത്തേക്കുന്ന സാരി, അതായത് കല്യാണ സാരി. ഇവിടെയൊക്കെ സാധാരണ കല്യാണം സാരി എന്ന് പറയുന്നതാണ് അവരുടെ ഫുൾ ഡേയിലെ സാരി. എനിക്കറിയില്ല കേട്ടോ, ഇവിടെ അങ്ങനെയാണ് പറഞ്ഞത്. അതായത് അവർ രാവിലെ ഈ ഡ്രസ്സ് കൊടുക്കും, അപ്പോൾ ആ സെയിം ഡ്രസ്സ് തന്നെയാണ് അവർ അന്നത്തെ ദിവസം ഫുള്ളിടുന്നത്, കെട്ടിനും ഒക്കെ കൂടിയിട്ട്. പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെയല്ല, ഡിഫറൻസ് ഉണ്ട്. എന്നിട്ട് അമ്മായി ഇങ്ങനെ ബാക്കി ഉടുപ്പുകളൊക്കെ എന്നെ ഇങ്ങനെ കാണിക്കുകയാണ്. അമ്മാവനെ എടുത്തത്, അതേപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ എടുത്തത്. അപ്പം നമുക്കങ്ങനെ കുറച്ച് ആചാരങ്ങളുണ്ടല്ലോ, നമ്മളുടെ വീട്ടിൽ കുറച്ച് പേർക്ക് എടുക്കണം, അതേപോലെ തന്നെ മുതിർന്ന ഗ്രാൻഡ് പേരൻസ് അങ്ങനെയുള്ള കുറച്ച് പേർക്ക് എടുക്കണമല്ലോ. അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് വീടൊക്കെ പെയിൻ്റ് അടിച്ചതാണ് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഫുള്ള് ഒക്കെ അടിച്ചു കഴിഞ്ഞു. നല്ല ജസ്റ്റ് ഞാൻ വീടൊക്കെ ഒന്ന് കാണിക്കുകയാണ് നിങ്ങളെ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ അവിടെ നിന്നിട്ട് എന്തൊക്കെയൊക്കെയോ കഴിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീടിൻ്റെ സൈഡിലായിട്ടൊരു മാവ് നിൽപ്പുണ്ട്. ഇത് വീടിൻ്റെ ടോപ്പ് ഭാഗമാണ്. അപ്പം എന്നോട് ചോദിച്ചു മാങ്ങ വേണമെന്ന് ചോദിച്ചു. ഞാൻ വേണമെന്ന് പറഞ്ഞു. ശരി എന്നാൽ വാ നമുക്ക് മാങ്ങ പറിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. ആൾ തന്നെ വലിയൊരു തോട്ടിയൊക്കെ എടുത്ത് മാങ്ങയൊക്കെ പറിച്ച് തരാണ്. കുറേ മാങ്ങ ഉണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അച്ചാറൊക്കെ ഇട്ടിട്ടോ കഴിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ആൾ തന്നെ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുമുണ്ട്. അപ്പോൾ കുഞ്ഞിന് വേണം പറഞ്ഞിട്ട് അവളിങ്ങനെ കൈ നീട്ടിയപ്പോഴത്തേക്കിന് ആൾ മാങ്ങയൊക്കെ കൊടുത്തിക്കണു. ഇതാണ് കേട്ടോ നമ്മളമ്മായിയുടെ അവിടെ നിന്ന് പറിച്ച മാങ്ങ. കുറച്ചേറെ പറിച്ചിട്ടുണ്ട്, അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ പറിച്ചതാണ്. അങ്ങനെ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ട് 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ നിന്ന് ഒരു ബസ് ഉണ്ടായിരുന്നു, അതിൽ കയറിയിട്ട് നമ്മളിങ്ങ് പോന്നു. നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷനും കൂടെ കയറാനുണ്ടായിരുന്നു. അപ്പോൾ അത് കയറാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കടയിൽ ഗിഫ്റ്റ് തപ്പി കയറിയതാണ്. 1 വയസ്സുള്ള കുട്ടിയാണ് അപ്പം അവൾക്ക് എടുക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ എൻ്റെ കണ്ണ് പതുക്കെ, നമ്മൾ സാധാരണ പെൺപിള്ളേരുടെ കണ്ണെങ്ങോട്ടേക്കാണ് പോവുക, പാത്രങ്ങളിലേക്ക്. അതേപോലെ തന്നെ സെറാമിക്കും ഗ്ലാസ് ഐറ്റംസും ഒക്കെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കിന് ഞാൻ പതുക്കെ അവിടെ കൂടെ ഇവിടെ കൂടെയൊക്കെ പരതി നടക്കുകയാണ്. സൂചി പിന്നൊരു ഗിഫ്റ്റ് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ അതൊക്കെ കൊണ്ട് കൊടുത്തിട്ട് നേരെ വീട്ടിൽ പോയി.